ഹായ് നമസ്കാരം. നുറുങ്ങ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരിയാനാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ കെട്ടി കളഞ്ഞ് ഇതൊക്കെ വെട്ടിക്കളഞ്ഞ് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് വെട്ടിക്കഴുകി വൃത്തിയായി നുറുക്കിയെടുത്തതിന് ശേഷം നമുക്ക് മുളക് ചാറ് വയ്ക്കാം. കുടപ്പുളി ഇട്ട് നല്ല വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മുള്ളൊക്കെ വെട്ടി ചെകിളയൊക്കെ കളഞ്ഞ് നമ്മൾ നന്നാക്കി വൃത്തിയായിട്ട് നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, സവാള ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, ചെറിയ സ്പൂൺ ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റോളം ഇരിക്കട്ടെ. ഇത് വറ്റിച്ച് നമുക്ക് എടുക്കാം. ചാറ് നന്നായിട്ട് വറ്റിച്ച് നമുക്ക് ഇറക്കാന്നിട്ട് നമുക്ക് ചാറൊക്കെ വറ്റിയൊന്നൊന്ന് തുറന്ന് നോക്കാം. ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാം. നല്ലോണം ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്.
ചാറൊക്കെ വറ്റിയെന്ന് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാം. നമ്മുടെ തിരിയാൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ശകലം എൻ്റെ മീതെ ഇത്തിരി വേപ്പിലയും കൂടി നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.